കർണാടകയിലെ മാണ്ഡ്യയിലെ രാഗി മുദ്ദനഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു നാഗരാജ് ലക്ഷ്മി ദമ്പതികൾ താമസിച്ചിരുന്നത്. 2019 ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ ഈ ദമ്പതികൾക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അനിൽ എന്നായിരുന്നു ആ മകൻ്റെ പേര്. 34 വയസ്സായിരുന്നു ആളുടെ പ്രായം. അതുപോലെ തന്നെ ആളുടെ വൈഫിൻ്റെ പേര് വീണ എന്നായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടുണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 മക്കളും ഉണ്ടായിരുന്നു. 2 പെൺകുട്ടികളായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ റിച്ച് ഒന്നും അല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഉള്ളത് വെച്ച് നല്ല സമാധാനത്തോടു കൂടി പോകുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇയാളുടെ അമ്മ മരിക്കുകയാണ്. അതായത് അനിലിൻ്റെ അമ്മ ലക്ഷ്മി മരിക്കുകയാണ്. അതിനുശേഷം അച്ഛനായിട്ടുള്ള നാഗരാജ് സ്ഥിരമായിട്ട് കുടിക്കാനായിട്ട് തുടങ്ങി. ആള് മദ്യപാനത്തിന് അടിമയാവുകയാണ്. അതുപോലെ തന്നെ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാതാവുകയാണ്. ഡെയിലി ബേസിസിൽ കുടിച്ച് വീട്ടിലോട്ട് വരാനും തുടങ്ങി. ഇവിടെ നിന്നാണ് ആ വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. നാഗരാജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആളുടെ സ്വഭാവം കൂടുതൽ മോശമാവുകയാണ്. ആള് തൻ്റെ സ്വന്തം മകളുടെ സ്ഥാനത്ത് കാണേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ പോലെ തന്നെ കാണേണ്ട മരുമകളെ വേറെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ വല്ലാത്ത രീതിയിൽ ആ ഒരു സ്ത്രീയെ നോക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അറിയാത്തതുപോലെ പോയിട്ട് തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സ്വന്തം വീട്ടിലൊരു സ്ത്രീ അടുക്കളയിലും മറ്റൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരവരുടെ വസ്ത്രവും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നില്ല. സ്വന്തം വീട്ടിലല്ലേ, ജോലിയല്ലേ, അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഈ ഒരു വീണ എന്ന് പറയുന്ന സ്ത്രീയും സ്വന്തം വീട്ടിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ആ ഒരു സമയത്തൊക്കെ ഇയാൾ ആ ഒരു സ്ത്രീയെ ഒളിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇയാൾ ഈ ഒരു പരിപാടി തുടരുകയാണ്. എന്നാൽ ഒരു ദിവസം വീണ ഇത് കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. അയാളുടെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം ഇവർ അമ്മായപ്പനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കുന്നതും അതുപോലെ തന്നെ തൻ്റെ ദേഹത്ത് വന്ന് തൊടുന്നതും മറ്റുമൊക്കെ വേറൊരു അർത്ഥത്തിലൂടെയാണെന്നുള്ളത് ഈ ഒരു സ്ത്രീക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ആളുടെ സംസാരത്തിലും മറ്റും തന്നെ ഒരുപാടധികം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതും ഇവർക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇയാൾ ചെയ്യുന്നതെല്ലാം മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അനിലിനോട് ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ അച്ഛനും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റൊന്നും ഉണ്ടാകണ്ട, കുടുംബത്തിൻ്റെ മാനം പോകണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒളിച്ചു വെച്ചത്. എന്നാൽ ഈ ഒരു നാഗരാജ് അത് വേറെ ഒരു തരത്തിലായിരുന്നു അതിനെ കണ്ടതെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് മരുമകൾ ഇതുവരെ തൻ്റെ ഇത്തരത്തിലുള്ള കാട്ടായങ്ങളൊന്നും തന്നെ മകൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ മരുമകൾക്കും തൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അയാൾ ചിന്തിച്ചത്. അതിനുശേഷം ഇയാൾ വീണയെ കൂടുതലായിട്ട് ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. വീണ കുളിക്കാൻ കയറുമ്പോൾ ഒളിഞ്ഞു നോക്കുക, അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ മരുമകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളൊരു ആ ഒരു ത്വര അയാളുടെ ഉള്ളിലോട്ട് വരികയാണ്. അതിനു വേണ്ടിയിട്ട് ആൾ തക്കം പാർത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നത്തെയും പോലെ അനിൽ ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾ ഇതേപോലെ തന്നെ സ്കൂളിലോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് വീണ മാത്രമേ ആ ഒരു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവർ ഇതേപോലെ തന്നെ ജോലിയും മറ്റുമൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മരുമകളെ തൻ്റെ വരുതിയിലാക്കണമെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു നാഗരാജ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മരുമകളെ കയറി പിടിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് ഈ സ്ത്രീ ആകപ്പാടെ ഷോക്കാവുകയാണ്. ഇയാളെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഒരു വീടിൻ്റെ പുറത്തോട്ട് ഓടുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം ഉടനെ തന്നെ അനിലിനെ വിളിക്കുകയായിരുന്നു. അനിലിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നടന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുള്ള, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അനിലിൻ്റെ അടുത്ത് ആ ഒരു സമയത്താണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. അനിൽ ഇത് കേട്ട വഴി ഉടനെ തന്നെ വീട്ടിലോട്ട് വരികയാണ്. അതുപോലെ തന്നെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാവുകയാണ്. അതുപോലെ തന്നെ അച്ഛനെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ളൊരു സീൻ പെട്ടെന്നുണ്ടായപ്പോൾ ആളുകളെല്ലാവരും തന്നെ ഓടിക്കൂടുകയാണ്. ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഈ അനിൽ ആ നാട്ടിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. അതായത് ആ ഒരു ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം തന്നെ കൂടി ഒരു ചെറിയൊരു പഞ്ചായത്ത് കൂടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം അച്ഛൻ ഇതേപോലെ തന്നെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ അനിൽ ആ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങളെത്തിയത്. അപ്പോൾ അവർ
ഒരു ഗ്രാമമുഖ്യം വരെ തൻ്റെ മകളായിട്ട് കാണേണ്ട ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ വളരെ പുച്ഛത്തോടെയായിരുന്നു ഈ ഒരു നാഗരാജിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ നാഗരാജ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഇനി ഞാൻ എൻ്റെ മകളെ പോലെ തന്നെ കാണുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് ആൾ പറയുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാൽ അനിലിന് തൻ്റെ അച്ഛന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആൾ ഇതേപോലെ തന്നെ വന്നു കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇയാൾ ഇനിയും കുടിച്ചു വന്നിട്ട് ഇതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും, ആ ഒരു സമയത്ത് ഞാനില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഗതി എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു വാടക വീടെടുത്ത് മാറാൻ തീരുമാനിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവിടെ അവതരിപ്പിക്കുകയാണ്. അവരാരും തന്നെ ഒന്നും ഒബ്ജക്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഉടനെ തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ വേറെ ഏരിയയിൽ ഒരു വാടക വീട് എടുത്തിട്ട് ഈ മക്കളും ഭാര്യയുമായിട്ട് അനിൽ അങ്ങോട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം ആൾക്ക് ഭാര്യയെ വിട്ട് അകലെ പോയി ജോലി ചെയ്യാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആൾ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കട ഇടുകയാണ്. അതുപോലെ തന്നെ ഈ ഭാര്യയായിട്ടുള്ള വീണ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം തയ്യലും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഒരു തയ്യൽ മെഷീൻ വാങ്ങി വീട്ടിലിട്ട് ഇങ്ങോട്ട് തയ്ച്ച്, അതായത് അടുത്തുള്ള ആളുകൾ തയ്ച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ ചെറിയ രീതിയിലൊരു വരുമാനം കണ്ടെത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നാഗരാജ് വന്ന് ഇവരെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. നാഗരാജ് ഡെയിലി കുടിച്ചിട്ട് ആ ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചിരിക്കലായിരുന്നു ആളുടെ ഒരു പരിപാടി. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും തൻ്റെ മരുമകളെ തനിക്ക് വേണമെന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും ആളൊരു അവസരം കാത്തിരുന്നു. ഒരു ദിവസം ഇവരുടെ ആ ഒരു വാടക വീട്ടിലോട്ട് നാഗരാജ് പോവുകയാണ്. ആ സമയത്ത് ഇതുപോലെ തന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല, മക്കളും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ത്രീയെ കയറി പിടിക്കുകയും ചെയ്തു. ആ ഒരു സമയത്തും ആ സ്ത്രീ അയാളെ തള്ളി മാറ്റി വീടിൻ്റെ പുറത്തോട്ട് വന്നിങ്ങേറ്റ് ഒച്ചെടുക്കുകയാണ്, വലിയ വായിൽ ഒച്ചെടുക്കുകയാണ്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന വീട്ടിലുള്ള ആളുകളെല്ലാവരും തന്നെ ഓടിക്കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ നാഗരാജ് ആ ഒരു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇത്രത്തോളമൊക്കെ ആയി പിന്നെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് അനിലും അതുപോലെ തന്നെ വീണയും തീരുമാനിക്കുകയാണ്. അതിനുശേഷം അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ തന്നെ ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഞെട്ടിപ്പോയി. അവർ ഗ്രാമത്തിൽ വന്നിങ്ങേറ്റ് ഈ ഒരു അനിലും വീണയും പറഞ്ഞത് സത്യമാണോ എന്നായും തന്നെ അന്വേഷിക്കുകയാണ്. ഇവർ വെറുതെ അച്ഛനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നുള്ളത് അറിയണമല്ലോ. എന്നാൽ പോലീസുകാർ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ സ്വഭാവം അങ്ങനെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാളെ ജയിലിലോട്ട് അയക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബെയിൽ ലഭിക്കുകയാണ്. അതിനുശേഷം വന്നിട്ടും അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ നാട്ടിലെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞു. ആൾക്ക് തൻ്റെ മാനത്തിനെ കുറിച്ച് പിന്നെ യാതൊരു തരത്തിലുള്ളൊരു ബോധവും ഉണ്ടായിരുന്നില്ല. അതായത് ആ നാട്ടിലൊരു സംസാര വിഷയമായിട്ട് ഇയാളുടെ സ്വഭാവ ദൂഷ്യം മാറുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 9, 2019 വൈകുന്നേരം ഒരു 6-6:30 ടൈമായിട്ടുണ്ടാവും. അനിലും കുട്ടികളും കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. വീണ വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു കട്ടിൽ കിടന്ന് മയങ്ങായിരുന്നു. അപ്പോഴാണ് നാഗരാജ് ആ ഒരു വീട്ടിലോട്ട് വരുന്നത്. ആൾ വീട് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. അതിനുശേഷം ഫ്രണ്ട് ഡോറ് അടച്ചിട്ടു. അതിനുശേഷം വീട് മുഴുവൻ ഇങ്ങനെ പരതുമ്പോഴാണ് ബെഡ്റൂമിൽ കിടക്കുന്ന വീണയെ കാണുന്നത്. ഇന്ന് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ പരിപാടി ഇവിടെ നടത്തിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നുള്ള ഒരു ചിന്ത ആളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആൾ വന്ന് നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ അഴിച്ചു. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ മേലോട്ട് ചാടി വീഴുകയാണ്. അപ്പോൾ ആരോ തൻ്റെ ദേഹത്ത് തൊട്ടത് അറിഞ്ഞ ആ ഒരു സ്ത്രീ പെട്ടെന്നുകൊണ്ട് തന്നെ എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് ഇയാളെ കാണുന്നത്. ഇയാളെ കണ്ട് ആ ഒരു സ്ത്രീ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ഉടനെ തന്നെ വലിയ വായിൽ ഒച്ച വെക്കുകയും ചെയ്തു. അയാൾ മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇയാളെ തള്ളി മാറ്റാനായിട്ട് ആ ഒരു സ്ത്രീ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ഒരു സമയത്ത് ആ സ്ത്രീയെ കൊണ്ട് അയാളെ തള്ളി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും വായ അടച്ചിട്ടുണ്ടായിരുന്നില്ല. വായ തുറന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു സൗണ്ട് കേട്ട് അടുത്തുള്ള ആളുകൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് വരുന്നൊരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് വീണയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് ആലോചിച്ചുകൊണ്ട് ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ്. അങ്ങനെ ആളുകൾ വന്ന് ഡോറൊക്കെ തട്ടാനായിട്ട് തുടങ്ങി. നാഗരാജിന് താൻ കുടുങ്ങി എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ആൾ വേറൊരു തരത്തിലാണ് ഇത് ചിന്തിച്ചത്. തനിക്ക് കിട്ടാത്തത് ഇനി ഒരു ഭൂമിയിലേ വേണ്ട എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ആൾ എന്താ പറയുക, അവിടെ അടുത്തിരുന്നിരുന്ന ഒരു കിച്ചൺ നൈഫ് എടുത്തുകൊണ്ട് ഈ ഒരു സ്ത്രീയുടെ കഴുത്തിലും അതുപോലെ തന്നെ വയറിലും കുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ നിന്ന് ബാക്ക് ഡോർ തുറന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോഴത്തേനും ആളുകൾ ഇതേപോലെ തന്നെ ഡോറൊക്കെ പൊളിച്ച് അകത്തോട്ട് കയറുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേനും ഇതേപോലെ തന്നെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന വീണയെയാണ് കണ്ടത്. അയാളുടെ മുണ്ട് മാത്രം എടുത്തുങ്ങായിട്ടായിരുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആളുകൾ അയാളെ പിടികൂടാനായിട്ട് ശ്രമിച്ചെന്നുണ്ടെങ്കിലും ആൾ അവിടെ നിന്ന് എസ്കേപ്പായി പോവുകയാണ്. അപ്പോഴത്തേന് നാട്ടുകാർ നേരെ പോലീസിനെയും ആംബുലൻസിനെയും വിവരം അറിയിച്ചു. ആംബുലൻസ് ഉടനെ തന്നെ സ്ഥലത്തോട്ട് എത്തി. അപ്പോൾ ആ ഒരു സമയത്ത് വീണ മരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ഇതേപോലെ തന്നെ ആളുകൾ നേരെ ആ ഒരു സ്ത്രീ എടുത്തോട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ആ ഒരു സ്ത്രീ മരണപ്പെടുകയാണ്.
എന്നാൽ ആംബുലൻസിൽ വെച്ച് ആളുടെ കൂടെ വന്നിരുന്ന ആളുകളുടെ അടുത്ത് ഇതുപോലെ തന്നെ അമ്മായച്ചനാണ് വന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇതൊക്കെ അനിലിന് താങ്ങാവുന്നതിലപ്പുറത്തായിരുന്നു. ആള് വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ ആളുടെ ഉള്ളിൽ തൻ്റെ അച്ഛനോടുള്ളൊരു പക നുരഞ്ഞ് പൊന്താനായിട്ട് തുടങ്ങുകയാണ്. എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും അച്ഛനെ കൊന്നു കളയണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അച്ഛൻ സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം തന്നെ അനിൽ പോവുകയാണ്. ബാറിലോട്ട് പോയി നോക്കി, അതുപോലെ തന്നെ ബാക്കി ആളുടെ ഫ്രണ്ട്സിൻ്റെ സ്ഥലങ്ങളിലോട്ട് പോയി നോക്കി, ആൾ സ്ഥിരമായിട്ട് കൂടുന്ന ഏരിയകളിൽ പോയി നോക്കി. എന്നാൽ അവിടെയൊന്നും തന്നെ ഇയാൾ ഉണ്ടായിരുന്നില്ല. ഇയാൾ ആ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ കേസ് എടുക്കുകയാണ്. 3-4 ദിവസം കൊണ്ട് ഇയാളെ തപ്പി പോലീസുകാർ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള എൻക്വയറിയിലും മറ്റുമൊക്കെയാണ് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ധാരണ പോലീസിന് ലഭിച്ചത്. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.